അരുൺ, എന്നാടാ ഇത്? നിന്നോടാ ചോദിച്ചേ. ഒന്നും മിണ്ടണ്ട, നീങ്ങ വാ. പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ മാനേഴ്സ് ആവാം. സോറി ഫാദർ, ബട്ട് ഇത് എന്താ ഇത്? മടിച്ചു നിൽക്കാതെ പറയടാ. അച്ഛാ, അതാ 11 ബിയിലെ ഷാരുഖും അവന്റെ കൂടെ ഉള്ളവരും കൂടെയാ. നിനക്ക് എന്നടാ? നിന്നെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ? നീ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പളിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞ നീ എന്തിനാടാ കോപ്പി അടിച്ചതൊക്കെ പ്രിൻസിപ്പളിനോട് പറഞ്ഞേ? നിനക്ക് പഠിക്കാൻ കഴിയുണ്ടോ? നീ പഠിച്ചു ജയിക്കും. ഞങ്ങളെങ്ങനെയാണോ? അതെങ്ങനെയാ? ഇവനല്ലേ ഇവിടുത്തെ റോൾ മോഡല്. അരുണെ പോലെ ഇരിക്ക്, അരുണെ പോലെ നടക്ക്, അരുണെ പോലെ കൂ. നിർത്തിക്കോ നീ, കുറേയായി. മര്യാദക്കാണേ മര്യാദയ്ക്ക്, ഇല്ലെങ്കിൽ ഇനിയൊരു കംപ്ലൈൻറ്റ് നിങ്ങളെക്കുറിച്ച് കേട്ടാ TC തന്നു വിടും. ഇതൊക്കെ നിനക്ക് ലാസ്റ്റ് വാണിങ്ങാ. ആ സേട്ടിങ്ങന്ന് അവൻ നമുക്കട്ട് എന്തും പടന്നല്ലേ? ഞാൻ അപ്പോഴേ നിന്നോടൊക്കെ പറഞ്ഞതല്ലേ അവൻ പണിയാന്ന്. എടാ അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? ഇതിപ്പോ കൊറേ ആയില്ലേ? എടാ ഇപ്പൊ എന്ത് ചെയ്താലും നമുക്ക് തന്നെ ഭാര്യയാവത്തേ ഉള്ളൂ. അവനത് എത്തിക്കണത് എത്തിക്കും. ഇനി പറയാൻ അവനില്ലെങ്കിലോ? എന്താ നിന്റെ പ്ലാൻ? പറയാം, പക്ഷെ അവസാനം വരെ ഇതാരും അറിയരുത്. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? അവൻ നമ്മുടെ കൂടുന്നില്ലെന്നല്ലേ ഉള്ളൂ. അതിന് ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിർത്തിക്കോട്ടറാ നീ. എന്തെങ്കിലും പറയുമ്പോൾ അവസാനത്തെ അവന്റെ ഈ സഹതാപം. നിർത്ത നീയൊക്കെ ഇപ്പൊ തമ്മിൽ തെളിച്ചാവൂലോ. ഞാൻ പറഞ്ഞു കേട്ടില്ലേ പിന്നെ? എടാ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അവസാനം വരെ നിൽക്കാന്നവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് പോകാം. നീയൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്യ്, ഞാൻ വഴിക്ക് പോവാ. എന്നാ ഇയാള് പോടാവേ. ഫസ്റ്റ് നമ്മൾ എന്താ വേണ്ടേ? ആ കാര്യം നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ പ്ലാൻ? ഇത്രയും കാലം നമ്മൾ അതിനെ ദ്രോഹിച്ചു, ഇനി കുറച്ച് സ്നേഹിക്കാം. നീ എന്നാകുവാപ്പാ പറയണേ? ഇനി നമ്മൾ അവന്റെ കാല് നക്കണമെന്നാണോ? നീ വേണേ നോക്കിക്കോടാ. കഴിഞ്ഞ ദിവസം കസേരവിൻ്റെ അടുത്ത് ഒരുത്തം മുങ്ങി മരിച്ചു. സംഭവം 3-4 പേരോട് കൊന്നതാ. പക്ഷേ പോലീസിന് പിടിക്കാൻ എവിഡൻസ് ഇല്ല. അതെന്താ? വെള്ളത്തിൽ വീണാൽ എങ്ങനെ മരിക്കുന്നേ? മുങ്ങി മരിക്കും. എങ്ങനെ നടത്തും? എടാ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തായിരുന്നോ? ഇല്ലേ? മിസ്സിന്ന് പൊക്കൂട്ടോ, വെക്കാൻ ചെയ്തോ? കോപ്പ് പോ. എടാ സോറിടാ. ശരി. എടാ നമുക്ക് പഠിക്കാം, ഇവൻ പറഞ്ഞു തരും. ഇതെന്തു പറ്റി? ഞങ്ങൾ രാവിലെ വന്നപ്പോൾ അവനോട് സോറി പറഞ്ഞടാ. ഓക്കെ. വാടാ, ഇരിക്കാടാ. ഇല്ല കുഴപ്പമില്ല. വാടാ. ഇല്ലേ കുഴപ്പമില്ല. എടാ വാടാ, വാ ഒന്നിച്ചിരിക്കാം. നീ എന്താ എപ്പോഴും ഇല്ലാ നോക്കിയിരിക്കണേ? പഠിക്കണോടാ, എന്നിട്ടൊരു ചെറിയ ജോലിയൊക്കെ മേടിച്ച് നമ്മളോട് സമാധാനമായിട്ട് ജീവിക്കണം. അപ്പോൾ നിന്റെ അച്ഛനോ? അച്ഛൻ മരിച്ചിട്ട് കുറേയായി. അയാളുള്ളതും ഇല്ലാത്തതെല്ലാം ഒരേപോലെ ആയിരുന്നു. എടാ വൈകിട്ട് തോട്ടി ചാടാൻ പോയാലോ? നീ പറഞ്ഞോ? ഞാനടി, നീലടാ. ആ ഞാനും വന്നേക്കടാ. നീ വാടാ. ഇല്ലടാ, എനിക്ക് നീന്താൻ അറിയത്തില്ല. ചുമ്മാ വാടാ, ഇതൊക്കെ ഒരു ഫണ്ണല്ലേ. നോക്കട്ടെ. ഹലോ, നീ എവിടെയാ? വരുന്നില്ലേ? എടാ ഞാനില്ലടാ, അമ്മേനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം.
ആ ഓക്കെ ഓക്കെ. പോവാം. അവനെന്ത്? അവനവൻ്റെ അമ്മേനെ കൊണ്ട് ആശുപത്രിയിൽ പോയി. അപ്പോൾ മറ്റേ കാര്യമോ? അത് വേണോ? നമുക്ക് തന്നെ അങ്ങ് തീർത്താലോ? ഓ വന്നോ? ഇല്ലടാ, ഷാരൂഖ് വരത്തില്ല. അവനാണ് അവൻ്റെ അമ്മേനെ കൊണ്ട് ആശുപത്രിയിൽ പോയത്. നമുക്ക് കാണാം. വാ. നീ ചാടണല്ല, എന്നാ ഈ സൈഡിൽ നിന്നോ. ചതിച്ചില്ലടാ നാറികളെ. അമ്മേ, അവന്മാരവനെ കൊല്ലൂന്ന് എനിക്കറിയില്ലായിരുന്നു. അവന്മാരെന്നെ ചതിച്ച അമ്മേനോട് ക്ഷമിക്കണം. മോനെ, ഒരുപാട് നാൾ കൂടിയാ അവനൊന്ന് ചിരിച്ചു തുടങ്ങിയത്. നിങ്ങളെയൊക്കെ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അമ്മേ. സാരമില്ല മോനെ, മോൻ പേടിക്കണ്ട. ഞാനിത് ആരോടും പറയില്ല. ഈ ഒരു വേദന ഒരമ്മയ്ക്കും വരാതിരിക്കട്ടെ.